മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എംഎൽഎമാരുടെ പിന്തുണ ആർക്കെന്നത് മാത്രമായിരിക്കില്ല മാനദണ്ഡമെന്ന് റോജി എം ജോൺ റിപ്പോർട്ടറിനോട്. ഭരണം കിട്ടിയതിനു ശേഷം മുഖ്യമന്ത്രി ആരെന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. എല്ലാ വശവും പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. കർണാടകയിലും കോൺഗ്രസ് മത്സരിച്ചത് മുഖ്യമന്ത്രി ആരെന്ന് ഉയർത്തിക്കാട്ടാതെയാണ്. അതേ രീതിയാണ് കേരളത്തിലും നേതൃത്വം സ്വീകരിക്കുകയെന്നും റോജി എം ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയുണ്ട്. ഞാൻ കർണാടകയിൽ ചുമതല വഹിച്ചിരുന്ന ആളാണ്, ഇപ്പോഴും എനിക്ക് ചുമതലയുണ്ട്. അവിടെ ഞങ്ങൾ ആരെയും ഉയർത്തി കാണിച്ചില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിന് ഭരണം കിട്ടിക്കഴിയുമ്പോൾ UDF അതിനകത്ത് കൃത്യമായി കൂടിയാലോചിച്ച് വളരെ അനുയോജ്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. ഇപ്പം നടക്കുന്ന ചർച്ചകളൊക്കെ അനുചിതമാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അതിനൊക്കെ അപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഈ ജനങ്ങളുടെ വികാരമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് ഉചിതമായ ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും കപ്പാസിറ്റിയും എല്ലാം കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനുണ്ട്. MLA-മാരുടെ എണ്ണം എന്ന് നോക്കിയിട്ടൊന്നും അല്ല അതിനകത്ത് ചെയ്യുന്നത്. അത് നിങ്ങൾക്കുള്ള തെറ്റായ ഇൻഫർമേഷനാണ്. അതിനകത്ത് പാർട്ടി MLA-മാരുടെയൊക്കെ അഭിപ്രായം തേടും. അത് സ്വാഭാവികമാണ്. MLA-മാരുടെ അഭിപ്രായം തേടും. അതിൽ പാർട്ടി ലീഡർഷിപ്പിൽ നിൽക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം തേടും. അങ്ങനെ പല വിഭാഗം ആളുകളും അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ പല ലെയറിൽ പല തലങ്ങളിലെ ലീഡർഷിപ്പ് അത് ചർച്ച ചെയ്തിട്ടാണ് അതിനകത്ത് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി ഇലക്ഷൻ എക്സ്പ്രസിനൊപ്പം. ആദിൽ, പെട്ടെന്ന് എന്താ റോജി എം ജോൺ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്താനുള്ള കാരണം? നമ്മുടെ ചോദ്യമാണത്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞിരുന്നു. കെ സുധാകരനും PJ കുര്യനും രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിരുന്നു. എങ്ങനെയാകും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക, അങ്ങയുടെ പിന്തുണ ആർക്കാണ് എന്ന ചോദ്യമായിരുന്നു. അപ്പോൾ അതിന് മറുപടി MLA-മാരുടെ വളരെ പ്രധാനപ്പെട്ട മറുപടിയാണ്. പല നേതാക്കളും ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളെ കൂടെ നിർത്താൻ MLA-മാരാകുമ്പോൾ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂട്ടാനുള്ള നീക്കമാണ് നടത്തുന്നത്. രമേശ് ചെന്നിത്തല ഒരു ഫോൺ സംഭാഷണമൊക്കെ കാറിൽ കയറിയപ്പോൾ നമ്മൾ കേട്ടതാണ്. MLA-മാരെ കൂടെ നിർത്തണ്ടേ എന്ന ചോദ്യം. ഏതായാലും കൃത്യമായൊരു പ്രതികരണം റോജി എം ജോൺ നൽകുന്നു എന്നതാണ്. MLA-മാരുടെ എണ്ണം നോക്കിയൊന്നുമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണ എന്ന് നോക്കി സാധാരണഗതിയിൽ തീരുമാനിക്കും എന്ന തരത്തിലാണ് ചർച്ചകൾ വന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. കോൺഗ്രസിലെ പല തട്ടിലുള്ള പല ലെയറിലുള്ള നേതാക്കന്മാരുമായി കൂടിയാലോചനകൾ ഉണ്ടാകും. സമൂഹത്തിന്റെ മൊത്തം വികാരം മനസ്സിലാക്കും. അതിനുശേഷമാകും മുഖ്യമന്ത്രി സ്ഥാനം ആർക്കു നൽകണമെന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് പോകുക എന്ന് റോജി എം ജോൺ പറയുകയാണ്. ഇതിനൊപ്പം തന്നെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. സുധാകരന്റെയും PJ കുര്യന്റെയും രമേശ് ചെന്നിത്തലയോടുള്ള താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവന അത് അവരങ്ങനെ പറഞ്ഞതാണ്. ആ ചർച്ചകൾക്ക് എല്ലാ തലങ്ങളിലുമുള്ള കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് റോജി എം ജോണിന്റെ പ്രതികരണം.